അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ യൗമുൽ ഖിയാമയിൽ, നാളെ പരലോകത്ത് വെച്ച് ഏതൊരു സമൂഹം റസൂലുകളെ നിയോഗിക്കപ്പെട്ട ഏതൊരു സമൂഹത്തെയും ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. തീർച്ചയായിട്ടും ഏതൊരു സമൂഹമാണോ റസൂലിനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അവരെന്താണ് ഉത്തരം നൽകിയത് എന്ന് അവരോട് ചോദ്യം ചെയ്യും. അതുപോലെ ഏതൊരു മുർസലും അയക്കപ്പെട്ട ഏതൊരു റസൂലിനോടും ചോദ്യം ചെയ്യപ്പെടും, എന്താണ് നിങ്ങൾ സമൂഹത്തിനോട് എത്തിച്ചു കൊടുത്തത്, അവരെന്താണ് മറുപടി നൽകിയത് എന്ന്. സഹോദരങ്ങളെ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഒരു റസൂൽ, ആ റസൂലിനോട് നാളെ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനോടും അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന് പറയാനുള്ളത് അവർ ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. അതെ, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്ന വാക്ക്. മറിയം അലൈഹിസ്സലാം, ആ മറിയം അലൈഹിസ്സലാം കന്യകയായിരുന്ന മറിയം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകന്റെ മാതാവാണ് എന്നുള്ള നിലക്ക് അവരെയാണ് ഞങ്ങൾ ഇലാഹാക്കിയിരുന്നത്, അവരെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്, അവരോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മാറ്റിവെച്ചത്. ഇതായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കും, വൈദ് ഖാല അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന സന്ദർഭം, യാ ഈസ ഇബ്ന മറിയം, ഹേ മറിയമിന്റെ മകൻ ഈസ, അൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസ, നീയാണോ പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മാനെയും അല്ലാഹുവിന് പകരമായി അല്ലാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇലാഹുകളായി സ്വീകരിക്കണം, ഇബാദത്ത് ചെയ്യപ്പെടുന്നവരായിട്ട് സ്വീകരിക്കണമെന്ന് നീയാണോ പറഞ്ഞത് എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം ആ സമയം മറുപടി പറയും, ഖാല സുബ്ഹാനക്, സുബ്ഹാനക്, അല്ലാഹ് നീ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാൻ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എന്തെല്ലാം ന്യൂനതകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ, എന്തെല്ലാം ഖുറവുകൾ ആരോപിക്കപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു വിമുക്തനാണ്, അതിൽ നിന്നെല്ലാം അല്ലാഹു തആല മഹത്വമുള്ളവനാണ് എന്ന് അറിയിക്കുന്ന വാക്കാണ് സുബ്ഹാനക് എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇവർ പറയുന്ന ഈ വാക്കുകൾ, ഇവർ പറയുന്ന ഈ വാചകങ്ങൾ, ഇവരുടെ ഈ ആരോപണങ്ങൾ, അതിൽ നിന്നെല്ലാം അല്ലാഹ് നീ സുരക്ഷിതനാണ്. എന്നിട്ട് പറയും, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. ഞാൻ എങ്ങനെയാണ് ഹഖല്ലാത്തൊരു കാര്യം പറയുക, അതെനിക്ക് യോജിച്ചതല്ലല്ലോ, അത് ഞാൻ പറയാൻ പാടില്ലാത്തതാണല്ലോ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയും. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാണിക്കുന്ന അദബാണത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്, സ്വന്തം നഫ്സിലേക്ക് അത് ചേർത്ത് പറഞ്ഞു, എനിക്കതിന് അവകാശമില്ലല്ലോ അങ്ങനെ പറയാനെന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ ഹഖല്ലാത്തത് പറയാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു 3 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നുള്ളതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. 2 വിരോധനങ്ങളും ഒരു കൽപ്പനകളും. വിരോധനങ്ങൾ: 1, അല്ലാഹുവിനെ കുറിച്ച് കദിബ് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രവർത്തനങ്ങൾ, റസൂലുകൾ, ശരീഅത്ത്, നിയമങ്ങൾ, ഇതിനെക്കുറിച്ച് അറിവില്ലാതെ പറയാൻ പാടില്ല. കൽപ്പിക്കപ്പെടുന്ന കാര്യം അള്ളാഹുവിനെ കുറിച്ച് ഹഖ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം തുടർന്ന് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, ഇൻ കുൻതു ഖുൽതു, ഇനി അല്ലാഹ് ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഫഖദ് അലിംത, തീർച്ചയായിട്ടും നീ അതറിയുന്നതാണ്. തഅലമു മാ ഫീ നഫ്സി, എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഏതൊരു കാര്യവും അറിയുന്നവനാണ് നീ. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയാൻ സാധിക്കുകയുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായിട്ടും എല്ലാവിധ രഹസ്യങ്ങളും അറിയുന്ന, എല്ലാവിധ സൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണല്ലോ നീ, അല്ലാമുൽ ഗുയൂബ് ആണല്ലോ നീ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതാണ്. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹ്, ഞാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടതല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, നീ അവരോട് പറയാൻ കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? അനിഅബ്ദുല്ലാഹ് റബ്ബി വ റബ്ബക്കും, ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ ആരാധിക്കണം, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, എല്ലാ മനുഷ്യരോടും എല്ലാ റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള, എല്ലാ ഉമ്മത്തിനോടും റസൂലുകളും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന് പങ്കുകാരെ വെക്കരുത്, അല്ലാഹുവിന്
പകരക്കാരായിട്ടോ അള്ളാഹുവിന് പകരക്കാരായിട്ടോ അള്ളാഹുവിന് സഹായിയായിട്ടോ അള്ളാഹുവിന് പങ്കുകാരായിട്ടോ അള്ളാഹുവിലേക്ക് ഇടനിലക്കാരനായിട്ടോ അള്ളാഹുവിലേക്ക് ശുപാർശകനായിട്ടോ ഒരാളെയും ഇബാദത്തുകളിൽ നമ്മൾ പങ്കുചേർക്കരുത്. അള്ളാഹുവിനെ മാത്രം. അള്ളാഹു പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗം, ആ ഖൗമിനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്തായിരുന്നു എന്ന്. വഖാലൽ മസീഹ്, ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു യാ ബനി ഇസ്രായീൽ, ഏ ബനു ഇസ്രായേലുകളെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായിട്ടുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, അവന്റെ മേലും സ്വർഗ്ഗം നിഷിദ്ധമാണ്, സ്വർഗ്ഗം നിഷിദ്ധമാണ്, അവൻ കാലാകാലം ശാശ്വതമായി നരകത്തിലായിരിക്കും. ഓരോ റസൂലും സഹോദരങ്ങളെ അവരുടെ സമൂഹത്തിനോട് പറഞ്ഞത് ഇതേ വാക്ക് തന്നെയാണ്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, ഓരോ സമൂഹത്തിലേക്കും റസൂലിനെ നാം നിയോഗിച്ചത് അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളും വ്യക്തികളും ഉണ്ടോ അതിനെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമും തന്റെ സമൂഹത്തിനോട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുകളാണത്. എന്നിട്ട് വീണ്ടും ഈസാ നബി അലൈഹിസ്സലാം തുടർന്ന് പറയും വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ്, അവരെന്താണ് ചെയ്തു കൂട്ടിയത് എന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്നിട്ട് അല്ലാഹു തആലയോട് പറയും ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഉയർത്തിയതിനു ശേഷം, ഏഴാകാശത്തിലേക്ക് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തിയതിനു ശേഷം കുൻത അൻതർ റഖീബ അലൈഹിം, അല്ലാഹ് നീയാണ് അവരുടെ കാര്യത്തിൽ മേൽനോട്ടക്കാരനായിട്ടുള്ളത്. എന്നിട്ട് പറയും വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണല്ലോ, നീ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളവനാണല്ലോ. സഹോദരങ്ങളെ, നാളെ ഈസാ നബി അലൈഹിസ്സലാമിൽ പങ്കുചേർത്തതിനെ നിഷേധിക്കുന്ന അവസ്ഥയാണത്. ആരെല്ലാം ഇന്ന് ദുനിയാവിൽ എന്തെല്ലാം വസ്തുക്കളെയും വ്യക്തികളെയും പങ്കുചേർക്കുന്നുണ്ടോ നാളെ ആ ഇലാഹുകളെല്ലാം അതിനെ എതിർക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു യൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർകിക്കും, ആരെല്ലാം പങ്കുചേർക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം അവരുടെ ശിർക്കിനെ നിഷേധിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം പറയുന്ന ചില വാക്കുകളുണ്ട്. യൗമുൽ ഖിയാമയിൽ, അന്ത്യനാളിൽ ആരാണ് വിജയിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല പറയും ഖാലല്ലാഹ്, അല്ലാഹു പറയും ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, ഇന്നത്തെ ദിവസം അത് സിദ്ഖുള്ളവർക്ക്, സത്യസന്ധന്മാർക്ക് അവരുടെ സിദ്ഖ് ഉപകരിക്കുന്ന ദിവസമാണ്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗ പൂന്തോട്ടങ്ങളുണ്ട്. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ സ്ഥിരതാമസക്കാരായിരിക്കും. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അവരെ അല്ലാഹു തൃപ്തിപ്പെടും, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെടും. വദാലികൽ ഫൗസുൽ അദീം, അത് മഹത്തായ വിജയമാണെന്ന് പറയും. എന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിലെ അവസാന ഭാഗത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് ആ ആയത്തുകൾ അവസാനിപ്പിക്കുന്നു. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടേതാണ്, ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിനാണ്. വമാ ഫീഹിൻ, അതിനകത്തുള്ളതെല്ലാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന, ഈസാ നബി അലൈഹിസ്സലാമിനെ ഇലാഹാക്കി കണ്ട, അല്ലെങ്കിൽ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞ നസാറാക്കൾ നാളെ പരലോകത്ത് അവരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന നിമിഷമാണ് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന ഈ ചോദ്യം. അതുകൊണ്ട് തൗഹീദിനെ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നസാറാക്കൾ പിഴച്ചുപോയ ഈ പിഴവിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, തൗഹീദിനെ പറ്റി പഠിക്കാൻ, കൂടുതൽ അറിയാൻ നാം തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നസാറാക്കൾ അല്ലെങ്കിൽ ജൂതന്മാർ, അഹ്ലുൽ കിതാബുകൾ, വേദഗ്രന്ഥം നൽകപ്പെട്ട റസൂലുകളെ നിയോഗിക്കപ്പെട്ടവർ, അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ, നരകാവകാശികളാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവരുടെ ദീനിലെ ഗുലൂവാണ്. അവർ അതിര് വിട്ടതാണ്. അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും കൊടുക്കേണ്ട ആ പരിധിയിൽ നിന്ന് അവർ പരിധി വിട്ടതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ അല്ലാഹുവിന്റെ മകനാക്കി, ജൂതന്മാർ ഉസൈർ നബിയെ അല്ലാഹുവിന്റെ മകനാക്കി. എന്നിട്ട് അവർ ഇബാദത്തുകൾ അർപ്പിച്ചു. അതുപോലെ സ്വാലിഹീങ്ങളെയും അമ്പിയാക്കളെയും ഖബറുകൾ അവർ മസ്ജിദുകളാക്കി. ഖുലൂബ് നമ്മൾ സൂക്ഷിക്കണം. ഈ ഖൗമിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ഈ ഉമ്മത്തിനും അത് കടന്നുകൂടിയിട്ടുണ്ട്. സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഖുലൂവായി ഇബാദത്തിന്റെ ഇനങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അഹ്ലുൽ കിതാബുകാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാക്കുകൾ നാം ഓരോരുത്തരും നമ്മുടെ ദീനിൽ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യാ അഹ്ലൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരെ, വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത നസാറാക്കളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ ഗുലൂവ് കാണിക്കരുത്, നിങ്ങൾ പരിധി വിടരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഹഖല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഹഖല്ലാതെ ഒന്നും നിങ്ങൾ പറയരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ ശരീഅത്തോ സംബന്ധിച്ച് അറിവില്ലാതെ പറയരുത്. ഹഖ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം എന്നുള്ളത് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ്.
അള്ളാഹുവിന്റെ മകനല്ല, അള്ളാഹുവിന്റെ സന്തതിയല്ല, അള്ളാഹുവിന്റെ റസൂല. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു വിട്ടുകൊടുത്ത അള്ളാഹുവിന്റെ വചനമാണ്. വറൂഹും മിൻഹു, അള്ളാഹു സൃഷ്ടിച്ചു വെച്ച റൂഹുകളിൽ ഒരു റൂഹാണ്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ വിശ്വസിക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കേണ്ടതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, നിങ്ങൾ ഇലാഹ് മൂന്നെണ്ണമാണ്, തൃത്വം എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞു പോകരുത്. ഇൻതഹു ഖൈറൻ ലക്കും, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അത് അവസാനിപ്പിക്കണം. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അല്ലാഹു ഏകനായ ഇലാഹാണ്, ഒരു പങ്കുകാരനില്ലാത്ത, ഒരു ഇണയില്ലാത്ത, ഒരു സന്താനമില്ലാത്ത, അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ലാത്ത ഏകനായ ഇലാഹാണ് അവൻ. സുബ്ഹാനഹ്, നിങ്ങൾ ആരോപിക്കുന്ന ന്യൂനതയുണ്ടല്ലോ, അയ്യകൂന ലഹു വലദ്, അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആരോപണമുണ്ടല്ലോ, അതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ആകാശഭൂമികളുള്ള എല്ലാം, അതിന്റെ എല്ലാം അധികാരം അള്ളാഹുവിനാണ്. വകഫാ ബില്ലാഹി വകീല, വരവേൽപ്പിക്കാൻ, ആശ്രയിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹു മതിയായവനാണ്. വേറൊരാളുടെയും ആവശ്യമില്ല, ഇടനിലക്കാരായ ഒരാളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നസാറാക്കൾ വഴിപിഴച്ചു പോയത് ഇൽമില്ലാതെ, ജഹലിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയ്ക്ക് യാതൊരു അറിവുമില്ലാതെ, അടിസ്ഥാനങ്ങളില്ലാതെ ഉലൂവ് കാരണം പഴിച്ചു പോയതാണ്. ഈ ഉമ്മത്തിൽ അതുപോലുള്ള ഉലൂവുകൾ സംഭവിക്കുന്നുണ്ട്. ശിർക്കിന്റെ കർമ്മങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, ശിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വാലിഹ്യങ്ങളുടെയും അമ്പിയാക്കളുടെയും വിഷയത്തിൽ അതിര് കവിയുന്നവരുണ്ട്. അതുകൊണ്ട് അവർക്കുണ്ടായ ഈ പിഴവ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു താക്കീതെന്നോണം നമ്മുടെ ദീനിൽ ഉറപ്പിച്ചു നിൽക്കണം. ദീന് പഠിപ്പിക്കപ്പെട്ടതുപോലെ മാത്രം ആചരിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.